ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പ് നമ്മുടെ കട്ടാവുന്നോ? കട്ടുണ്ട്. ബാക്കി 2:1 റേഷ്യോയില് മെയിൽസിലായിരിക്കും കൂടുതൽ ഇൻസിഡൻസ് ഉള്ളത്. അപ്പം ഇനി ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് അഥവാ എറ്റിയോളജി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, നമുക്ക് ഓർമ്മ കിട്ടുന്നൊക്കെ പറയാം. ഓക്കെ, സോ ഏറ്റവും ഫസ്റ്റ് ഫെമിലിയൽ ആണ്. ഫെമിലിയൽ എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം, ഈ കാതറിൻ ജീൻ മ്യൂട്ടേഷൻ, ഈ കാതറിൻ ജീൻ മ്യൂട്ടേഷൻ ഉള്ള 90% ആൾക്കാർക്കും ഈ കാതറിൻ മ്യൂട്ടേഷൻ ഉള്ളവർക്ക് 90% അവർക്ക് gastric carcinoma വരാനുള്ള ചാൻസ് 90% ആണ്. സോ അവർക്ക് അങ്ങനെ ഈ കാതറിൻ മ്യൂട്ടേഷൻ ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ഗാസ്ട്രക്ടമി ചെയ്യണം. കാരണം അത്രയ്ക്കും ഷുവർ ആണ് gastric carcinoma വരാനായിട്ട് ഈ കാതറിൻ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ. പിന്നെ അടുത്തത് ഇനാക്ടിവേഷൻ ഓഫ് P53 അല്ലെങ്കിൽ ഓവർ എക്സ്പ്രഷൻ ഓഫ് ഗ്രോത്ത് ഫാക്ടർ, BCL2 ജീൻ മ്യൂട്ടേഷൻ, ഇങ്ങനെ കുറെ മ്യൂട്ടേഷൻസ്. പിന്നെ HNPCC ഹെറിഡിറ്ററി നോൺ പോളിപോസിസ് കൊളക്ടീവ് കാർസിനോമ. പിന്നെ ഗ്രൂപ്പ് എ, ബ്ലഡ് ഗ്രൂപ്പ് എ ഉള്ളവർക്ക് gastric carcinoma വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഗാസ്ട്രിക് പോളിപ്പുകൾ, അതും അഡിനോമാറ്റസ് ആയിട്ടുള്ള ഗാസ്ട്രിക് പോളിപ്പുകൾ 2 സെന്റിമീറ്ററിൽ കൂടുതൽ വലിയ ഗാസ്ട്രിക് പോളിപ്പുകൾ ഉണ്ടെങ്കിൽ അത് കാർസിനോമാറ്റസ് ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പെർണീഷ്യസ് അനീമിയ ഉണ്ടെങ്കിൽ അതും ഇതേപോലെ അങ്ങനെയുള്ളവർക്കും കാർസിനോമ ആയി മാറാനുള്ള ചാൻസ്, ഗാസ്ട്രിക് കാർസിനോമ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഗാസ്ട്രിക് റെമനൻസ്. ഗാസ്ട്രിക് റെമനൻസ് എന്ന് പറയുമ്പോൾ ഈ എന്തെങ്കിലും ഗ്യാസ്ട്രക്ടമി, ഗാസ്ട്രോജെനോസ്റ്റമി, അങ്ങനെ എന്തെങ്കിലും സർജറി, സ്റ്റൊമക്കിന് എന്തെങ്കിലും സർജറീസ് ചെയ്ത് എന്തെങ്കിലും സ്റ്റൊമക്കിന്റെ റെമനന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 15 years സർജറിക്ക് 15 yearsന് ശേഷം അത് കാർസിനോമയായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഡയറ്റ്, അതറിയാമല്ലോ, ഹൈ സോൾട്ട് ഡയറ്റ്, നൈട്രേറ്റ്സും കൂടുതലുള്ള ഫുഡ്, ഇതൊക്കെ കഴിക്കുമ്പോൾ ഗാസ്ട്രിക് കാർസിനോമയുടെ ചാൻസ് കൂടുതലാണ്. പിന്നെ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് ഇന്റെസ്റ്റിനൽ മെറ്റാപ്ലേസിയ, അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇത് ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ട് വരാം. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഗ്യാസ്ട്രിക് ഡിസ്പ്ലേസിയ ഒക്കെ അതിൻ്റെ ഇടയിൽ വരും. പിന്നെ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ. ഇന്ത്യയിൽ മെയിൻ ആയിട്ടും ഗാസ്ട്രിക് കാർസിനോമ വരുന്നതിൽ ഏറ്റവും കൂടുതലും ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ഉള്ളവർക്കായിരിക്കും ആണ്. പ്രീമാലിഗ്നന്റ് കണ്ടീഷൻ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഇത്രയാണ് പറഞ്ഞത്. ഫാമിലിയിൽ ഉള്ളത് ഈ കാതറിൻ ജീൻ മ്യൂട്ടേഷൻ, പിന്നെ P53, പിന്നെ ഗ്രോത്ത് ഫാക്ടറിന്റെ ഓവർ എക്സ്പ്രഷൻ, BCL2 ജീൻ മ്യൂട്ടേഷൻ ഒക്കെ. പിന്നെ HNPCC, ഗ്രൂപ്പ് എ, ബ്ലഡ് ഗ്രൂപ്പ് എ ഉള്ളവർക്ക് ഗ്യാസ്ട്രിക് പോളിപ്പ്, അഡിനോമാറ്റസ് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് പോളിപ്പ്. പെർണീഷ്യസ് അനീമിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാസ്ട്രിക് റെമനന്റ്, എന്തെങ്കിലും 15 years മുമ്പ് ഗ്യാസ്ട്രിക് സർജറി ചെയ്തവര്. ഡയറ്റ് ഹൈ സോൾട്ടിനും നൈട്രേറ്റ്സ് ഉള്ള ഡയറ്റ്. പിന്നെ ക്രോണിക് ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ്, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ. ഓക്കെ, ഇനി വേറെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഗാസ്ട്രിക് കാർസിനോമ നമ്മളിപ്പം ഇത് സ്റ്റൊമക്ക് ഇവിടെ പ്രോക്സിമൽ ആയിട്ടും ഡിസ്റ്റൽ ആയിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പം ഇങ്ങനെ പ്രോക്സിമൽ ആയിട്ട് വരുന്നവരെന്ന് പറയുന്നത് യങ് ആയിട്ടുള്ളവരും അപ്പർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിലുള്ളവരായിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ ഡിസ്റ്റലിൽ വരുന്നവരെന്ന് പറയുന്നത് കൂടുതലായിട്ടും ഓൾഡ് ഏജിലും ലോവർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിലുള്ളവരായിരിക്കും. അതെങ്ങനെ വേണേലും നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ എഫ്സ്റ്റീൻ ബാർ വൈറസ്, റേഡിയേഷൻ എക്സ്പോഷർ, പിന്നെ ഒക്കുപേഷൻ റബ്ബർ കോൾ വർക്കേഴ്സ്, സിംഗിൾ ലെഡ്, ആസ്ബസ്റ്റോസ്, അങ്ങനെ കുറെ എറ്റിയോളജി പറയാം. അത്യാവശ്യം കുറച്ചെങ്കിലും ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. പ്രീമാലിഗ്നന്റ് കണ്ടീഷൻസ് ഓഫ് CS സ്റ്റൊമക്ക്. ഓക്കെ, അപ്പം ഇതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് വളരെ കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, പ്രീമാലിഗ്നന്റ് കണ്ടീഷൻ ഓഫ് CS സ്റ്റൊമക്കിൽ ഫസ്റ്റ് പറയുന്നത് ക്രോണിക് അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ്. നമ്മൾ മുമ്പേ പറഞ്ഞാൽ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ആണ്.
ക്രോണിക് അട്രോഫിക് ഗാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ക്രോണിക് ഗാസ്ട്രൈറ്റിസ് ഇത് കൂടുതലായിട്ടും എച്ച് പൈലോറി ഇൻഫെക്ഷൻസ് ആണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇറിറ്റന്റ് ആയിട്ടുള്ളത്. അപ്പം എച്ച് പൈലോറി ബാക്ടീരിയ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിറുലൻസ് ഫാക്ടർ റിലീസ് ചെയ്യും. മെയിൻലി കാഗ് എ ടോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ അവർ റിലീസ് ചെയ്യും. അങ്ങനെ അത് വന്നിട്ട് നമ്മുടെ സ്റ്റൊമക്കിലുള്ള എപ്പിത്തീലിയൽ സെൽസിനെ ഡാമേജ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഈ എപ്പിത്തീലിയൽ സെൽസിനെ ഡാമേജ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ റെസ്പോണ്ട് ചെയ്യും, അവിടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കും. ഓക്കെ, എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉള്ള കാഗ് എ ഒക്കെ ടോക്സിൻസ് ഒക്കെ റിലീസ് ചെയ്യുന്നു, എപ്പിത്തീലിയൽ സെൽസിനെ ഡാമേജ് ചെയ്യുന്നു, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരായിട്ട് ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കിയിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് ഒരു ലോങ് ടേം ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എച്ച് പൈലോറി ഇൻഫെക്ഷനും ലോങ് ടേം ആയിട്ട് നിൽക്കുന്നു. ഈ ഇൻഫ്ലമേഷൻ അങ്ങനെ ലോങ് ടേം ആയിട്ട് നിൽക്കുമ്പോൾ അതൊരു ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഒരു ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് മാറുന്നു. പിന്നെ ഒരു ലോങ് ടേം കുറെ നാളും കൂടെ കഴിയുമ്പോഴത്തേക്കിനും മ്യൂക്കോസൽ സെൽസ്, ഈ സ്റ്റൊമക്കിലുള്ള മ്യൂക്കോസൽ സെൽസ് എന്ത് ചെയ്യും, ചേഞ്ചസ് വരും, അവരുടെ സെൽ സൈക്കിളിൽ തന്നെ ചേഞ്ചസ് വരും. അങ്ങനെ എന്താണ്, അവർ ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെൽസിനെ റിസംബിൾ ചെയ്യുന്നുള്ള രീതിയിലുള്ള സെൽസ് ആയിട്ട് മാറും. അപ്പൊ സ്റ്റൊമക്കിലുള്ള മ്യൂക്കോസൽ സെൽസിൽ ചേഞ്ചസ് വന്നിട്ട് ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെൽസ് ആയിട്ട് അവർ മാറും. ഇതിനെയാണ് ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേസിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്രോണിക് അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ് ഇത്രയേ ഉള്ളൂ. എച്ച് പൈലോറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇറിറ്റേഷനോ വന്ന് ക്രോണിക് കുറെ നാളായിട്ട് നിൽക്കുന്നു. എച്ച് പൈലോറി ആണെങ്കിൽ ടോക്സിൻസിനെ ഒക്കെ റിലീസ് ചെയ്യുന്നു, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു, ലോങ് ടേം ആയിട്ട് നിന്നത് ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് മാറുന്നു. അങ്ങനെ സ്റ്റൊമക്കിലുള്ള മ്യൂക്കോസൽ സെൽസ് എന്താവുന്നു, ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെൽസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേസിയ ഉണ്ടാവുന്നു. ഓക്കെ, ഇനി ബാക്കി വേറെ എന്തൊക്കെയാണ് പ്രീമാലിഗ്നൻ കണ്ടീഷൻസ്? നമ്മളിപ്പം പ്രീമാലിഗ്നൻ കണ്ടീഷൻ ആണ് പറഞ്ഞത്. വേറെ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് പോളിപ്പുകൾ ആയിരിക്കും. നമ്മൾ മുമ്പേ ഇപ്പം ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേസിയ ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞല്ലോ. ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേസിയ എന്ന് പറയുമ്പോഴത്തേക്കിനും രണ്ട് ടൈപ്പ് ആയിട്ട് മാറും. കംപ്ലീറ്റ് ഉണ്ടാവാം, ഇൻകംപ്ലീറ്റ് ഉണ്ടാവാം. കംപ്ലീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിലെ സെൽസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഗ്ലാൻഡുലർ സെൽസ് ആണ്. അതേസമയം ഇൻഡസ്റ്റൈനൽ സെൽസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അബ്സോർപ്റ്റീവ് ആയിട്ടുള്ള സെൽസ് ആണ്. അങ്ങനെ സ്റ്റൊമക്കിലെ ആ ഗ്ലാൻഡുലർ സെൽസിനെ എല്ലാം കംപ്ലീറ്റ് മാറ്റി ഫുള്ളി അബ്സോർപ്റ്റീവ് ആയിട്ടുള്ള സെൽസിനെ സ്റ്റൊമക്കിൽ വരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേസിയ ആവുന്നത്. അതേസമയം ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത് അവിടെ ഗ്ലാൻഡുലർ സെൽസ് ഉണ്ടാവും, അതേപോലെ തന്നെ അബ്സോർപ്റ്റീവ് സെൽസ് ഉണ്ടാവും. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള രീതിയിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടായിരിക്കും ഈ ഇൻകംപ്ലീറ്റ് മെറ്റാപ്ലേസിയ ഉണ്ടാവുന്നത്. ഇവിടെ ഫുൾ ഗ്ലാൻഡുലർ ഇല്ല, ഫുൾ അബ്സോർപ്റ്റീവ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈനൽ സെൽസ് ആയിരിക്കും സ്റ്റൊമക്കിൽ കാണുന്നത്. ഇനി ഇന്നലെ വർഷ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ മെനിക്യൂസ് ഡിസീസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ്ട്രിക് മ്യൂക്കോസയുടെ ഹൈപ്പർട്രോഫി വരുന്നതാണ്. ഓക്കെ, ഗ്യാസ്ട്രിക് മ്യൂക്കോസയുടെ ഹൈപ്പർട്രോഫി വരുന്നതാണ്. പിന്നെ ഉള്ളത് ബിനൈൻ ഗ്യാസ്ട്രിക് അൾസേഴ്സ് ഒക്കെ കുറെ നാൾ ബിനൈൻ ആയിട്ടുള്ള അൾസേഴ്സ് ഇത് ഗ്യാസ്ട്രിക് കാർസിനോമയായിട്ട് മാറി അത് അൾസർ ക്യാൻസർ ആയിട്ട് കാണാം. പിന്നെ നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞ കാര്യമാണ് സ്റ്റൊമക്കില് റെമനന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 years ഒക്കെ കഴിഞ്ഞൊരു ഗ്യാസ്ട്രിക് സർജറി കഴിഞ്ഞൊരു ഗ്യാസ്ട്രക്ടം എന്താ ഒരു സബ് ടോട്ടൽ ഗ്യാസ്ട്രക്ടമിയോ ഗ്യാസ്ട്രോജെസിനോസ്റ്റോമിയോ ഒക്കെ ചെയ്ത് ഒരു 15 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അത് കാർസിനോമയായിട്ട് മാറുന്നു. അത് മാറാനുള്ള കാരണം എന്ന് പറയുന്നത് ആസിഡ് ലെവലിലുള്ള ഓൾട്രേഷനും അതേപോലെ തന്നെ എപ്പിഗ്യാസ്ട്രിക് എൻഡ്രോഗ്യാസ്ട്രിക് ബൈൽസ് റിഫ്ലെക്സ് ആണ്. ബൈല് സ്റ്റൊമക്കിലൂടെ റിഫ്ലെക്സ് ആവുന്നതും ആവാം ഇതിന്റെയൊക്കെ കാരണം. അപ്പം മെയിൻലി എന്താണ് ബിൽറോ 2 ഗ്യാസ്ട്രോജെസിനോസ്റ്റോമി വേഗോട്ടമി നമ്മൾ ഇതൊക്കെ പെപ്റ്റിക് അൾസറിന് നമ്മൾ ഈ സർജറീസ് ഒക്കെ ചെയ്യാം. അപ്പം അങ്ങനെ ഈ സർജറീസ് ഒക്കെ ചെയ്ത് ഒരു 15 years ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും പേഷ്യന്റ് ഗ്യാസ്ട്രിക് കാർസിനോമ ആയിട്ട് വരാം. ഇതിന്റെ സെക്കൻഡറീസ് ഒക്കെ പോയിട്ട് ലിവറിൽ ഇരിക്കാം, അങ്ങനെ അസൈറ്റിസ് ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഇൻവെസ്റ്റിഗേഷൻ ഗ്യാസ്ട്രോസ്കോപ്പി തന്നെയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്യാസ്ട്രിക് കാർസിനോമയുടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പറയാം. ഗ്യാസ്ട്രോസ്കോപ്പി ചെയ്യുന്നു, ബയോപ്സി CT ഒക്കെ എടുക്കുന്നു, ഗ്യാസ്ട്രക്ടമി ചെയ്ത് നോട്ട്സിനെയും ക്ലിയർ ചെയ്യണം. ഓക്കെ, പിന്നെയുള്ള വേറൊരു കാര്യം പ്രീമാലിഗ്നൻ കണ്ടീഷൻ ആണ് പെർണീഷ്യസ് അനീമിയ. പെർണീഷ്യസ് അനീമിയ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ട് നമ്മുടെ സ്റ്റൊമക്കിലെ പ്രോക്സിമൽ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ക്യാൻസേഴ്സ് ഉണ്ടാക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ HNPCC, പിന്നെ ഈ കാഥറിൻ മ്യൂട്ടേഷൻ. നമ്മൾ ഈ കാഥറിൻ മ്യൂട്ടേഷൻ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രൊഫൈലാറ്റിക് ആയിട്ടും ഗ്യാസ്ട്രക്ടമി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ക്രോണിക് അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ്
എന്താ അഡിനോമാറ്റസ് ഗ്യാസ്ട്രിക് പോളിപ്സ്, ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേസിയ, മെനിറ്റേഴ്സ് ഡിസീസ്, ബിനൈൻ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് അൾസേഴ്സ്, സ്റ്റൊമക് റെമനൻസ്, പെർണീഷ്യസ് അനീമിയ, HNPCC ആൻഡ് ഈ കാഥലിൻ മ്യൂട്ടേഷൻ. ഇത് ഇത്രയാണ് പെർണീഷ്യസ് അനീമിയ. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് നമുക്കറിയാം എന്താണ് നമ്മുടെ സ്റ്റൊമക്കിലെ പാർട്സ് കാർഡിയാക് ഫണ്ടസ്, ബോഡി, പൈലോറിക് ആൻഡ്ര, പൈലോറിക് സ്ഫിങ്ക്റ്റർ. പിന്നെ നമ്മുടെ മ്യൂക്കോസ നോക്കിക്കഴിഞ്ഞാൽ മ്യൂക്കോസ ഉണ്ട്, സബ് മ്യൂക്കോസ ഉണ്ട്, മസ്കുലർ ലെയറും നമ്മുടെ സെറോസ ഉണ്ട്. ഇതൊക്കെ ഓക്കെ. ഇനി നമ്മൾ ഈ ഗാസ്ട്രിക് കാർസിനോമയുടെ ക്ലാസിഫിക്കേഷനിലോട്ട് പോവാണ്. ഒരു കുറെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മൈക്രോസ്കോപ്പി അനുസരിച്ചിട്ട്, പത്തോളജി അനുസരിച്ചിട്ട്, നമ്മൾ എല്ലാ രീതിയിലും ഉണ്ട്. ഓക്കെ. അപ്പം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ആദ്യമുള്ള ക്ലാസിഫിക്കേഷൻ മൈക്രോസ്കോപ്പിക് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിക്കലി നമ്മൾ എന്ത് കാണുന്നു അത് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതാണ് ലോറൻസ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ലോറൻസ് ക്ലാസിഫിക്കേഷൻ മൈക്രോസ്കോപ്പിക് അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പം അത് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇൻഡസ്റ്റൈനൽ ടൈപ്പും, മറ്റൊന്ന് ഡിഫ്യൂസ് ടൈപ്പും, പിന്നെ അതേഴ്സ് ആയിട്ട് അൺക്ലാസിഫൈഡ് ആയിട്ടും 3 ആൾക്കാർ. അപ്പം ഇൻഡസ്റ്റൈനൽ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള കാർസിനോമയാണ്. സോ അതുകൊണ്ട് അതിന് നല്ല ഗുഡ് പ്രോഗ്നോസിസ് ആയിരിക്കും ഉള്ളത്. ഇത് സ്പൊറാഡിക് ആണ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് ഇതിന് കാരണമാവുന്നത്. അപ്പം നമ്മുടെ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും H. pylori ഇൻഫെക്ഷൻ അതിൻ്റെ അകത്ത് വരാം, ഡയറ്റ്, ഫുഡ് ഇൻടേക്ക്, അങ്ങനെ സ്മോക്കിംഗ്, ആൽക്കഹോളിസം ഒക്കെ ഇതിന് കാരണമാവാം. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും കോമൺ ആയിട്ട് ഇത് വരാൻ കാരണം എന്ന് പറയുന്നത് H. pylori ഇൻഫെക്ഷൻ ആണ്. ഇത് എന്താണ് ഗ്ലാൻഡുലാർ ഫോർമേഷൻ ഉള്ള ട്യൂമർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇത് മെയിൻലി സൂപ്പർഫിഷ്യലും പോളിപ്പോയിഡലും ആയിട്ടായിരിക്കും ടൈപ്സ് 2 ടൈപ്പ് ഉള്ളത് സൂപ്പർഫിഷ്യൽ ആൻഡ് പോളിപ്പോയിഡൽ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ഇത് റിസംബിൾ ചെയ്യുന്നത് സ്മോൾ ബവൽ മ്യൂക്കോസ ആയിരിക്കും. സ്മോൾ ബവൽ മ്യൂക്കോസ ആയതുകൊണ്ടാണ് ഇതിനെ ഇൻഡസ്റ്റൈനൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടുതലായിട്ടും ഓൾഡ് മെന്നിലായിരിക്കും വരുന്നത്, ഏജ്ഡ് മെന്നിലായിരിക്കും ഇത് കൂടുതലായിട്ടും കാണുന്നത്. ഇതിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് ഹെമറ്റോജീനസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പൊറാഡിക് ആണ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. സോ ജീനിൽ വലിയ കാര്യമില്ല, എന്നാലും P53, P16 ആക്ടിവേഷൻ ഒക്കെ പറയാം. അപ്പം ഇൻഡസ്റ്റൈനൽ ടൈപ്പ് ഗുഡ് പ്രോഗ്നോസിസ് ആണ്, സ്പൊറാഡിക് ആൻഡ് എൻവയോൺമെന്റൽ ആണ്. അപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് കാരണം എന്ന് പറയുന്നത് H. pylori ഇൻഫെക്ഷൻ ഒക്കെ ആയിരിക്കും. ഇത് സൂപ്പർഫിഷ്യലും പോളിപ്പോയിഡലും ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഗ്ലാൻഡുലാർ ഫോർമേഷൻസ് കാണും. സ്മോൾ ബവൽ മ്യൂക്കോസിനെ റിസംബിൾ ചെയ്യും. ഓൾഡ് ഏജ് മെന്നിലാണ് വരുന്നത്. ഹെമറ്റോജീനസ് ആയിരിക്കും സ്പ്രെഡ്. ഇത് ഇത്രയും അറിഞ്ഞിരിക്കാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇൻഡസ്റ്റൈനൽ കഴിഞ്ഞു, ഡിഫ്യൂസ് എന്ന് പറയുമ്പോൾ അൺഡിഫറൻഷിയേറ്റഡ് ആണ്. സോ വളരെ പുവർ പ്രോഗ്നോസിസ് ആയിരിക്കും ഇതിനുള്ളത്. ഇത് ബ്ലഡ് ഗ്രൂപ്പ് A ഉള്ളവർക്ക് വരാൻ ചാൻസ് കൂടുതലായിരിക്കും. ഇതിന് ഫെമിലിയൽ ടൈപ്പ് ആണ്. അപ്പൊ ഫെമിലിയൽ ടൈപ്പ് ആകുമ്പോൾ നമ്മൾ ആരെ ആലോചിക്കണം? ഈ കാഥറിൻ. ഓക്കെ, ഈ കാഥറിൻ മ്യൂട്ടേഷൻ ഉണ്ടോ, അതിന്റെ കൂടെ P53 അങ്ങനെ പറയാം. ഇത് കൂടുതലായിട്ടും യങ് ഫീമെയിൽസിലായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. ഇതിന്റെ സ്പ്രെഡ് മറ്റേത് ഹെമറ്റോജീനസ് സ്പ്രെഡ് ആണെന്ന് പറഞ്ഞു. ഇതിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് സബ് മ്യൂക്കോസ, സബ് സെറോസ ഡയറക്റ്റ് സ്പ്രെഡ് ആവാം, അല്ലാണ്ട് ലിംഫാറ്റിക്കും ട്രാൻസ് പെരിറ്റോണിയൽ സ്പ്രെഡും അങ്ങനെ എടുക്കാം. അപ്പം ഇതിന്റെ ടൈപ്സ് എന്നൊക്കെ പറയുന്നത് മിക്കവാറും ലിനിറ്റസ് പ്ലാസ്റ്റിക്ക, നമ്മൾ പെത്തോളജി പഠിച്ചില്ല, ലെതർ ബോട്ടിൽ അപ്പിയറൻസ്, അൾസറേറ്റീവ് ഗ്രോത്ത് ഒക്കെ ആയിരിക്കാം വിത്തൗട്ട് എനി ഗ്ലാൻഡ് ഫോർമേഷൻ. ഓക്കെ, ഡിഫ്യൂസ്, പുവർ പ്രോഗ്നോസിസ്, ബ്ലഡ് ഗ്രൂപ്പ് A, ഫാമിലിയൽ ടൈപ്പ് ആണ്. അപ്പം ഈ കാഥറിൻ P53 മ്യൂട്ടേഷൻ, P16 ഇനാക്ടിവേഷൻ, യങ് ഫീമെയിൽസ്. ഇവിടെ ട്രാൻസ്ഫർ ആവുന്നത് സ്പ്രെഡ് ആവുന്നത് ഡയറക്റ്റ് സ്പ്രെഡും ലിംഫാറ്റിക് സ്പ്രെഡും ട്രാൻസ് പെരിറ്റോണിയൽ സ്പ്രെഡും ആണ്. ലിനേറ്റസ് പ്ലാസ്റ്റിക്ക, അൾസറേറ്റീവ് ഗ്രോത്ത് ഒക്കെ ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. പിന്നെ തേർഡ് വൺ അതേഴ്സ് അൺക്ലാസിഫൈഡ് ആയിട്ട്. ഓക്കെ, ഇനി വേറേത് ഡെപ്ത് ഓഫ് ഇൻവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ പത്തോളജിയിൽ പഠിച്ചതാണ്. അപ്പം ഏർലി ഗ്യാസ്ട്രിക് കാർസിനോമ ആൻഡ് അഡ്വാൻസ്ഡ് ഗ്യാസ്ട്രിക് കാർസിനോമ, അങ്ങനെ 2 ആയിട്ടാണ് ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏർലി ഗ്യാസ്ട്രിക് കാർസിനോമ എന്ന് പറയുമ്പോഴത്തേക്കിനും പ്രൊട്രൂഡിങ്, നമ്മൾ അതിനെ 3 ആയിട്ട് തിരിക്കുന്നു. പ്രൊട്രൂഡിങ്, സൂപ്പർഫിഷ്യൽ ആൻഡ് എക്സ്കവേറ്റ്. എന്ന് വെച്ചാൽ ഏർലി ഗ്യാസ്ട്രിക് കാർസിനോമ എന്ന് പറയുന്നത് T1 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂമർ മ്യൂക്കോസയിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ, മ്യൂക്കോസ, സബ് മ്യൂക്കോസ അല്ലാണ്ട് മസ്കുലർ ലെയറിലോട്ടൊന്നും ഇൻവേഡ് ചെയ്തിട്ടില്ല. സോ പ്രൊട്രൂഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ആയിരിക്കും. സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എലിവേറ്റ് ചെയ്ത് നിൽക്കാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ എക്സ്കവേറ്റഡ് ആവാം.
ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് ആണ്. പിന്നെ അഡ്വാൻസ്ഡ് ഗാസ്ട്രിക് കാർസിനോമ എന്ന് പറയുന്നത് 4 ടൈപ്പ് ആയിട്ടുണ്ട്. ടൈപ്പ് 1 എന്ന് പറയുന്നത് പോളിപ്പോയിഡൽ, ടൈപ്പ് 2 അൾസറേറ്റീവ്, ടൈപ്പ് 3 അൾസറേറ്റീവ് ആൻഡ് പോളിപ്പോയിഡൽ, ആൻഡ് ടൈപ്പ് 4 എന്ന് പറയുന്നത് ഡിഫ്യൂസ്, ലിനിറ്റസ് പ്ലാസ്റ്റിക്ക പോലെ ഡിഫ്യൂസ് ആയിട്ടുള്ളവരാണ്. അപ്പം അതാണ് ഡെപ്ത് അനുസരിച്ചിട്ടുള്ള ഇൻവേഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബോർമാൻസ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് മോർഫോളജി. ഇത് ആക്ച്വലി ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ എൻഡോസ്കോപ്പിയിലൂടെ എങ്ങനെയാണ് ആ ട്യൂമർ ഇരിക്കുന്നതെന്ന് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, അങ്ങനെ മോർഫോളജി നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, അതാണ് ബോർമാൻസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എൻഡോസ്കോപ്പിയുടെ അടിയിൽ ഇത് എഴുതാം. അപ്പം പോളിപ്പോയിഡൽ ആവാം, അൾസറോ പ്രോലിഫറേറ്റീവ് ആവാം, അൾസറേറ്റീവ് ആവാം, ലിനിറ്റസ് പ്ലാസ്റ്റിക്ക. അപ്പം ഇത് നമ്മൾ എൻഡോസ്കോപ്പി വഴി നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു അങ്ങനെയാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 4ആയിട്ട്: പോളിപ്പോയിഡൽ, അൾസറോ പ്രോലിഫറേറ്റീവ്, അൾസറേറ്റീവ് ആൻഡ് ലിനിറ്റസ് പ്ലാസ്റ്റിക്ക. ഇനി ചുമ്മാ ഇത് വെറുതെ ഇട്ടാണ്. എന്താണ് സെൽസ് അനുസരിച്ചിട്ട് ട്യൂമർ ഏത് ടൈപ്പ് ആവാന്നുള്ളത്. അഡിനോകാർസിനോമ എന്ന് പറയുമ്പോഴത്തേക്കും കോളംനാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയൽ സെൽസ് എന്ന് വരുന്നതാവാം. മ്യൂക്കോസകത്തുള്ള ഗ്ലാൻഡുലാർ സെൽസ് ഉണ്ടല്ലോ, അങ്ങനെ ആ ഗ്ലാൻഡുലാർ സെൽസ് നിന്ന് വരുന്ന കാർസിനോമ ആവുമ്പം അഡിനോകാർസിനോമ. പിന്നെ നമുക്ക് ലിംഫോസൈറ്റ്സ് ഉണ്ട്, മ്യൂക്കോസക്കകത്ത് ലിംഫോസൈറ്റ്സ് ഉണ്ട്. അപ്പം ലിംഫോസൈറ്റ്സ് ആണ് അറൈസ് ചെയ്യുന്നതെങ്കിൽ ലിംഫോമ ആവാം. കാർസിനോയിഡ് ട്യൂമർ ആണെങ്കിൽ ജി സെൽസ് ഇൻ ദ സ്റ്റൊമക്ക് എന്ന് അറൈസ് ചെയ്യുന്നതാവാം. ലിയോമയോസാർക്കോമ ആവുമ്പോൾ സ്മൂത്ത് മസിൽ സെൽസ് ആവാം. ഹലോ, TV ഓഫ് ചെയ്യാൻ പോയതാ. ഓക്കെ ഓക്കെ, അപ്പം ക്ലാസിഫിക്കേഷൻ എല്ലാം പറഞ്ഞത് മനസ്സിലായോ? യെസ് യെസ്. ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷെ കുഴപ്പമില്ല, പഠിച്ചാ മതി. ഓക്കെ, കോമൺ സൈറ്റ് ഓഫ് ഒക്കറൻസ് എവിടെയൊക്കെയാണ് ഗ്യാസ്ട്രിക് കാർസിനോമ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ്? ഒന്ന് ഫണ്ടസിൽ വരാം, അത് നമ്മുടെ ഈസോഫേജിയോ ഗ്യാസ്ട്രിക് ജംഗ്ഷനിലായിരിക്കാം. പിന്നെ ബോഡിയിൽ വരാം, പൈലോറസിൽ വരാം. പൈലോറസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ലെസർ കർവേച്ചറിലായിരിക്കും കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം അതാണ് എന്താണ് കോമൺ സൈറ്റ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുമ്പോൾ അത്. പിന്നെ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ഇയാൾ സ്പ്രെഡ് ആവും, ഡയറക്റ്റും ലിംഫാറ്റിക്കും ഹെമറ്റോജീനസും എല്ലാം. ഓക്കെ, അപ്പം ഡയറക്റ്റ് സ്പ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒന്നെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് സ്പ്രെഡ് ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ടും T1 ഒക്കെ ആണെങ്കിൽ സബ്മ്യൂക്കോസയിൽ അലോങ് ദ സ്റ്റൊമക് വാളിൽ തന്നെ അത് സ്പ്രെഡ് ആവാം. T2 ഹൊറിസോണ്ടൽ, പിന്നെ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ട് സ്പ്രെഡ് ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേഷൻ ചെയ്യാം, അഡ്ജസന്റ് സ്ട്രക്ചേഴ്സിലൊക്കെ ഇൻവേഷൻ ചെയ്യാം. അഡ്ജസന്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ പാൻക്രിയാസ്, കോളൻ, മീസോകോളൻ, ലിവർ ഒക്കെ വരും. അല്ലാണ്ട് നമ്മുടെ ഡിയോഡിനം, ജെജിനോം അല്ലെങ്കിൽ ഈസോഫാഗസ് ഒന്നും അഡ്ജസന്റ് സ്ട്രക്ചേഴ്സിൽ വരത്തില്ല. ഓക്കെ, ഡിയോഡിനോ മീസോഫാഗസ് ഒന്നും അഡ്ജസന്റ് സ്ട്രക്ചേഴ്സിൽ വരത്തില്ല. വരുന്നത് പാൻക്രിയാസ്, കോളൻ, മീസോകോളൻ, ലിവറും ഒക്കെ ആയിരിക്കും. ഓക്കെ, അത് മറന്നു. അപ്പം ഹോറിസോണ്ടൽ ഇൻവേഷനും കാണിക്കും, വെർട്ടിക്കൽ ഇൻവേഷനും കാണിക്കും. അതാണ് ഡയറക്റ്റ് സ്പ്രെഡ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ലിംഫാറ്റിക് സ്പ്രെഡ്. ലിംഫാറ്റിക് സ്പ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പണ്ട് മുതലേ കേൾക്കുന്നതാണ് ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലർ ലിംഫ് നോഡ്സിലോട്ടുള്ള സ്പ്രെഡ്. ഓക്കെ, അത് വിർച്ചോസ് ലിംഫ് നോഡ്സ് ആണ്. അപ്പം അത് നമുക്ക് ട്രോയ്സസ് സൈൻ കാണിക്കും. ട്രോയ്സസ് സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേർണൽ ലെഫ്റ്റ് സൈഡിലുള്ള സ്റ്റെനോക്ലിഡോമാസ്റ്റോന്റെ 2 ഹെഡിന്റെ ഇടയിലായിട്ട് ഈ ലിംഫ് നോഡ് നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ട്രോയ്സസ് സൈൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊന്നാണ്, ഇത് വേണമെങ്കിൽ മതി, ലെഫ്റ്റ് ആക്സിലറി നോഡ്സ് പാൽപേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഐറിഷ് നോഡ്സ് എന്ന് പറയും. ഓക്കെ, അതാണ് ലിംഫാറ്റിക് സ്പ്രെഡ്. ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലർ നോഡ്സ്, വിർച്ചോസ് നോഡ്സ് പാൽപേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആക്സിലറി നോഡ്സ്. പിന്നുള്ളത് ബ്ലഡ് സ്പ്രെഡ്. ബ്ലഡ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ലിവറിലോട്ടായിരിക്കും മോസ്റ്റ് കോമൺ ആയിട്ട് ബ്ലഡ് സ്പ്രെഡ് നടക്കുന്നത്. ഇനി അടുത്തത് ട്രാൻസ്പെരിറ്റോണിയൽ സ്പ്രെഡ്. ട്രാൻസ്പെരിറ്റോണിയൽ സ്പ്രെഡ് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് പോകുന്നത് കേട്ടിട്ടുള്ളതും ക്രൂക്കൻസ്ബർഗ് ട്യൂമർ ആണ്. ഓവറിയിലുള്ള ക്രൂക്കൻസ്ബർഗ് ട്യൂമറിലോട്ട്
അപ്പം ഓവറി ഇത് ബൈലാറ്ററൽ ആയിട്ടായിരിക്കും ഒക്കർ ചെയ്യുന്നത്. പോസ്റ്റ് മെനോപോസൽ വിമൻസിലായിരിക്കും ഉണ്ടാവുന്നത്, ബൈലാറ്ററൽ ആയിരിക്കും പോസ്റ്റ് മെനോപോസൽ വിമൻ. പിന്നെ സൂപ്പർഫിഷ്യൽ ഡെപ്പോസിഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറി അകത്ത് നോർമലായിട്ട് തന്നെ ഇരിക്കും, ഇത് ജസ്റ്റ് സൂപ്പർഫിഷ്യൽ ആയിട്ട് അതിന്റെ ഔട്ട്സൈഡിൽ മാത്രം ഈ ട്യൂമർ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. അകത്ത് നമ്മൾ കട്ട് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓവറി നോർമൽ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് ബ്ലൂമർ ഷെൽഫ്. ബ്ലൂമർ ഷെൽഫ് ആണ്. ബ്ലൂമർ ഷെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ റെട്രോവെസൈക്കിൾ പൗച്ചിൽ ഈ മെറ്റ്സ് പോയി കിടക്കുന്നതിനെയാണ് ബ്ലൂമർ ഷെൽഫ് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്പ്രെഡ് ഡയറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും സ്പ്രെഡ് ചെയ്യാം. പിന്നെ ലിംഫാറ്റിക് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലർ ലിംഫ് നോഡ്സ്, വിച്ച് ഓഫ് നോഡ്സ് അത് മതി, ട്രോഷ്യസ് സൈൻ നമുക്ക് കാണും. പിന്നെ ബ്ലഡ് സ്പ്രെഡ് മോസ്റ്റ് കോമൺലി ലിവർ ആയിരിക്കും. ട്രാൻസ് പെരിട്ടോണിയൽ സ്പ്രെഡ്, അപ്പം നമുക്ക് ക്രൂക്കൻസ്ബർഗ് ട്യൂബർ ടു ഓവറി ഉണ്ട്, അല്ലെങ്കിൽ ബ്ലൂമർ ഷെൽഫ് ഉണ്ട്. പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്, അതാണ് സിസ്റ്റർ മേരി ജോസഫ്. സിസ്റ്റർ മേരി ജോസഫ് ലിംഫ് നോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ അംബലിക്കൽ സെക്കൻഡറീസ് ആണ്. ഇതൊക്കെ സൈൻ ഓഫ് ഇൻഓപ്പറബിലിറ്റി ആണ്. ഈ സൈൻസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യമില്ല എന്നാണ്, കാരണം മെറ്റ്സ് എല്ലായിടത്തും അത്യാവശ്യം എത്തിക്കഴിഞ്ഞു. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ അംബലിക്കസിന് ചുറ്റുമായിട്ട് എന്താണ് ഈ ലിംഫ് നോഡ്സ് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാം. അതാണ് സിസ്റ്റർ മേരി ജോസഫ് സൈൻ. അപ്പം ട്രാൻസിലോമിക്കിൽ ക്രൂക്കൻബർഗ്സ് ഉണ്ട്, ബ്ലൂമർ ഷെൽഫ് ഉണ്ട്, പിന്നെ സിസ്റ്റർ മേരി ജോസഫ് ലിംഫ് നോഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ സ്പ്രെഡ് എത്രയും. ഇനി അടുത്തത് ടീനം സ്റ്റേജിങ്. ടീനം സ്റ്റേജിങ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതൊന്നും നോക്കണ്ട, ട്യൂമർ അസസ് ചെയ്യാൻ പറ്റുന്നില്ല, എവിഡൻസ് ഇല്ല, കാർസിനോമ ഇൻ സിറ്റു. അപ്പം നമ്മൾ മെയിനായിട്ട് T1, T2, T3 ആൻഡ് T4. T1 എന്ന് പറയുന്നത് നമ്മുടെ മ്യൂക്കോസയ്ക്കകത്ത് നിൽക്കും, T2 എന്ന് പറയുന്നത് മസ്കുലർ ലെയറിൽ നിൽക്കും, T3 സെറോസിക്കകത്ത് പോകുന്നു, T4 എന്താണ് ഇൻവേഡ് ചെയ്യുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അഡ്ജസന്റ് സ്ട്രക്ചേഴ്സിലൊക്കെ. അപ്പം T1 എന്ന് പറയുമ്പോൾ T1A ആൻഡ് T1B, അത് ആദ്യം ലാമിന പ്രോപ്രിയ, പിന്നെ സബ് മ്യൂക്കോസ. മ്യൂക്കോസയ്ക്കകത്ത് തന്നെയാണ് T1 ട്യൂമർ നിൽക്കുന്നത്. T2 ട്യൂമർ എന്ന് പറയുമ്പോഴത്തേക്കിനും അത് മസ്കുലാരിസ് പ്രോപ്രിയ, മസ്കുലർ ലെയറിലോട്ട് അത് ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞു. T3 എന്ന് പറയുന്നത് സെറോസ സബ്സെറോസയിലോട്ട് ഇൻവേഷൻ നടന്നു. പിന്നെ T4 എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സ്ട്രക്ചേഴ്സിലോട്ട്. ഞാൻ മുമ്പേ പറഞ്ഞു ലിവർ, പാൻക്രിയാസ്, ട്രാൻസ്വേഴ്സ് കോളൻ ഒക്കെയാണ്, അല്ലാണ്ട് ഈസോഫാഗസ് ഡ്യൂോഡനം അല്ല അഡ്ജസന്റ് സ്ട്രക്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് T. ഇനി ലിംഫ് നോഡ് എന്ന് പറയുമ്പോൾ എളുപ്പമാണ്. N1, N2 and N3. N3 എന്ന് പറയുമ്പോൾ N3A and N3B ഉണ്ട്. N1 എന്ന് പറയുന്നത് 1 to 2 റീജിയണൽ ലിംഫ് നോഡ്സ്, N2 എന്ന് പറയുന്നത് 3 to 6 റീജിയണൽ ലിംഫ് നോഡ്സ്, ആൻഡ് N3 എന്ന് പറയുമ്പോഴത്തേക്കിനും ഫുൾ ആയി കഴിഞ്ഞു, ഒരു 7 to 15 റീജിയണൽ ലിംഫ് നോഡ്സും. N3B എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 15. ഈ ലിംഫ് നോഡ്സിന്റെ കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് എത്രയാണ് ലിംഫ് നോഡ്സിന്റെ ഉള്ളത്? മെറ്റ്സ് M1, M0 and M1, ഡിസ്റ്റന്റ്, നോൺ ഡിസ്റ്റന്റ്. നമ്മൾ മെറ്റ്സ് ലിംഫ് നോഡ് മെറ്റാസ്റ്റാറ്റിക് ആണെന്ന് അറിയുന്നത് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 സെന്റിമീറ്റർ ആയിരിക്കും, റൗണ്ട് ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് ഉണ്ടായിരിക്കും, ഹൈപ്പോ എക്കോയിക് ആയിരിക്കും ഈ ലിംഫ് നോഡ്സ് ഒക്കെ മെറ്റാസ്റ്റാറ്റിക് ആയെങ്കിലും, സ്പ്രെഡ് നടന്നെങ്കിലും. CT വഴി നമുക്കറിയാം. ഓക്കെ, TNM സ്റ്റേജിങ് മനസ്സിലായല്ലോ? ഹലോ, ഓക്കെ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് ഈ ന്യൂമോണിക് സ്റ്റൊമക് തന്നെ ഉപയോഗിക്കാം, STOMACH. ഓക്കെ, S ഫോർ സൈലന്റ്, അസിംപ്റ്റമാറ്റിക് ആയിരിക്കും, ലാസ്റ്റ് സ്റ്റേജ് എത്തിയാലേ വല്ലതൊക്കെ അറിയാൻ പറ്റുള്ളൂ, അപ്പോഴത്തേക്കിനും എല്ലാം തീരുന്നത്. T ഫോർ ട്യൂമർ, O ഫോർ gastric outlet obstruction. Gastric outlet obstruction. ഓക്കെ, ഗ്യാസ്ട്രിക് ഔട്ട്ലെറ്റ് ഒബ്സ്ട്രക്ഷൻ കാണിക്കാം. പിന്നെ M ഫോർ മെലിന. മെലിന എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കളർ ടാരി സ്റ്റൂൾസ് ആയിരിക്കും മെയിൻലി കാണുന്നത്. നമുക്കൊരു ലെസ് ദാൻ 60 ml ബ്ലഡ് പെർ ഡേ ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് മെലിന കാണിക്കുക. പിന്നെ അനീമിയ, C ഫോർ കെക്കക്സിയ ആൻഡ് H ഫോർ ഹെമറ്റോമസിസ്. ഈ ഒരു രീതിയിൽ ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ പറയുന്നത് മെയിൻലി ഇത് അസിംപ്റ്റമാറ്റിക് ആണ്. പിന്നെ ഇത് അഡ്വാൻസ് സ്റ്റേജിലെത്തി ബാക്കിയുള്ളവരെ ബാധിക്കുമ്പോഴാണ് കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും പറയാം. പിന്നെ
ഓൺ എക്സാമിനേഷൻ ഇത് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എസ്സേ വരുമ്പം ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് മെയിൻലി നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോഴത്തേക്കിനും വിസിബിൾ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ് ഉണ്ടാവും. ഓക്കെ, ഇൻസ്പെക്ഷനിൽ വിസിബിൾ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ് ഇത് മെയിൻ ആയിട്ടും ഗ്യാസ്ട്രിക് ഔട്ട്ലെറ്റ് ഒബ്സ്ട്രക്ഷന്റെ സിംറ്റംസ് ആണ്. വിസിബിൾ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസും പാൽപേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഒരു പാൽപ്പബിൾ മാസ്, പിന്നെ നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് സക്ഷൻ സ്പ്ലാഷ് കേൾക്കാം. അപ്പം ഇത് എന്താ പറയാ, നമുക്കൊരു വിസിബിൾ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിന്റെ കൂടെ ഒരു പാൽപ്പബിൾ മാസും കൂടെ കിട്ടുകയാണെങ്കിൽ അത് മോസ്റ്റ് പ്രോബബ്ലി എന്താ പറയാ ഒരു CS സ്റ്റൊമക് ആയിരിക്കും. ഓക്കെ, അല്ലാണ്ട് വിത്തൗട്ട് മാസ് ഒരു ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ് ആണ് നമുക്ക് വിസിബിൾ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ് ആണ് കിട്ടുന്നെങ്കിൽ അത് ചിലപ്പോൾ ഒരു ക്രോണിക് ഡ്യൂോഡനൽ അൾസർ കാരണമാവാം. ഓക്കെ, അതാണ് എക്സാമിനേഷൻ. അപ്പം വിസിബിൾ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ്, പാൽപ്പബിൾ മാസും ഓസ്കൾട്ടേഷനിൽ സക്ഷൻ സ്പ്ലാഷും കാണിക്കും. അപ്പം ഇത് എന്താ പറയാ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വേറെ ഫീച്ചേഴ്സ് ഒക്കെ വരാന്ന് പറയുന്നത് പെയിൻ എന്ന് പറയുന്നത് ഇതില് അൺറിലേറ്റഡ് ടു ഫുഡ് ആയിരിക്കും. ഫുഡ് കഴിക്കുന്നതും കഴിച്ചു കഴിഞ്ഞിട്ടോ കഴിക്കുന്നതിന് മുമ്പോ അങ്ങനെ ഒന്നും പെയിന് ഒരു ഇതുമില്ല. മറ്റേ ഡ്യൂറൽ ഗ്യാസ്ട്രിക് അൾസറിന് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നുമില്ല, ഫുഡുമായിട്ട് അൺറിലേറ്റഡ് ആയിരിക്കും. പിന്നെ ബാക്ക് പെയിൻ ഒക്കെ പേഷ്യന്റ് പറയുകയാണെങ്കിൽ അത് പാൻക്രിയാറ്റിക് ഇൻഫിൽട്രേഷൻ ഒക്കെ കൊണ്ടായിരിക്കും, അതിലൊന്നും ഇവിടെ നമുക്ക് കാര്യമില്ല. പിന്നെ ഏർലി സെറ്റൈറ്റി പേഷ്യന്റ് കംപ്ലൈന്റ് ആണെങ്കിൽ അത് മിക്കവാറും ലൂസ് ഓഫ് എലാസ്റ്റിക് കപ്പാസിറ്റി, ഇൻഫിൽട്രേഷൻ മസ്കുലർ ലെയറിലൊക്കെ കൂടിയിട്ട് എന്താണ് സ്റ്റൊമക്കിന്റെ എലാസ്റ്റിക് കപ്പാസിറ്റി നഷ്ടപ്പെട്ടത് കാരണമായിരിക്കും ഏർലി സെറ്റൈറ്റി. പേഷ്യന്റ് തിരവശപ്പില്ല. അപ്പം ഇത് കൂടുതലായിട്ടും ലിനിറ്റസ് പ്ലാസ്റ്റിക്കയിലൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അതില് എന്താണ് പറയാ സ്റ്റൊമക്ക് ഭയങ്കര ചെറുതായിട്ട് അകത്തുണ്ടാവും, അതിന്റെ ഔട്ടർ ലെയർ ഇങ്ങനെ കൂടല്ലേ. അപ്പം ഏർലി സെറ്റൈറ്റി ഒക്കെ അതിലൊക്കെ കാണിക്കും. പിന്നെ CA കാർസിനോമ ഉള്ള ഒരു പേഷ്യന്റിന് ജോണ്ടിസ് വരാവോ, എന്തുകൊണ്ട്? അത് മറ്റേ ഡക്റ്റിന്റെ ഇൻഫിൽട്രേഷൻ അങ്ങനെയൊന്നും അല്ല. മെയിൻലി അത് എന്താണ് നമുക്ക് ലിവറ് നമ്മളുടെ പോർട്ടൽ സിസ്റ്റം ഉണ്ടല്ലോ, അപ്പം ഇവിടെ എന്താ പറയാ പെരിപോർട്ടൽ ആയിട്ടുള്ള ലിംഫ് നോഡ്സ് ഉണ്ട്. അപ്പം ഈ പെരിപോർട്ടൽ ആയിട്ടുള്ള ലിംഫ് നോഡ്സിൽ മെറ്റ്സ് എത്തിക്കഴിഞ്ഞിട്ട് ഈ പെരിപോർട്ടൽ ലിംഫ് നോഡ്സിന്റെ എൻലാർജ്മെന്റ് കാരണമാണ് ജോണ്ടിസ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സിസ്റ്റർ മേരി ജോസഫ്, ബ്ലമർഷെൽഫും ക്രൂക്കൻബർഗ് ട്യൂമേഴ്സിന്റെ ഒക്കെ ഇതൊക്കെ മെറ്റ്സ് ഓരോരുത്തർ എത്തിയിട്ട് കാണിക്കുന്ന ഫീച്ചേഴ്സ്. ഇനി ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. ഓക്കെ, നമ്മൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് എന്താണ് GI എൻഡോസ്കോപ്പി ആണ്. നമ്മളൊരു 100 cm ലെങ്ത് ഉള്ള ഫൈബർ ഓപ്റ്റിക് സ്കോപ്പി നമ്മൾ മൗത്തിലൂടെ പാസ് ചെയ്തിട്ട് നമുക്കതൊരു D4 വരെ നമുക്ക് എത്തിക്കാം. അപ്പം അതുവഴി നമുക്ക് സ്റ്റൊമക്ക് ഫുള്ള് കാണാം. നമ്മൾ ബയോപ്സി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മാസം എല്ലാം കണ്ട് ബയോപ്സി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 6 to 8 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10 ബയോപ്സീസ് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കണം. പിന്നെ J മനോവർ അല്ലെങ്കിൽ U മനോവർ എന്ന് പറയുന്നത് നമുക്കിപ്പം സ്റ്റൊമക്കിന്റെ പ്രോക്സിമൽ ആയിട്ട് ട്യൂമർ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ എൻഡോസ്കോപ്പ് ഇട്ടു, നമ്മൾ ഈ J ഷേപ്പിലോ അല്ലെങ്കിൽ U ഷേപ്പിലോ ആയിട്ട് നമ്മൾ എൻഡോസ്കോപ്പിനെ ടെസ്റ്റ് ചെയ്തിട്ട് ഈ പ്രോക്സിമൽ ആയിട്ടുള്ള ട്യൂമേഴ്സിനെ കാണുന്നതിനാണ് J മനോവർ U മനോവർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് GI എൻഡോസ്കോപ്പി ആണ്, അപ്പർ GI എൻഡോസ്കോപ്പി. വേറെ ഇൻവെസ്റ്റിഗേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ CT ചെയ്യാം. CT നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലിവർ മെറ്റ്സ് ഉണ്ടോന്ന് അറിയാനും, ലിവർ മെറ്റ്സ് ഉണ്ടോന്ന് അറിയാന്, അസൈറ്റിസ്. ഹലോ, കേൾക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലടി മഴയാ അതുകൊണ്ട്. അപ്പം ലിവർ മെറ്റ്സ്, അസൈറ്റിസ് അല്ലെങ്കിൽ നോട്ട്സിന്റെ ഇവിടം വരെ മെറ്റ്സ് എത്തിയിട്ടുള്ളത്, പാൻക്രിയാറ്റിക് ഇൻഫിൽട്രേഷൻ ഉണ്ടോ, പിന്നെ ബ്ലമർ സൈൻ. അതെന്താണ് ബ്ലമർ സൈൻ എന്ന് പറയുന്നത്? ഹലോ 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 ആൾക്കാരുണ്ട് അവിടെ. ഇപ്പൊ ഓക്കെ,
പിന്നെ പെരിട്ടോണിയൽ മെറ്റ്സ് ഉണ്ടോ, പിന്നെ ഒമെന്റൽ ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ CT ചെയ്യുന്നത്. അപ്പം CT ചെയ്തിട്ട് നമ്മൾ ഇൻഓപ്പറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യന്റിനെ ഈ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ CTയിൽ കണ്ടു കഴിഞ്ഞാൽ പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ അതെന്ന് പറയുന്നത് ലിവർ മെറ്റ്സ്, എസൈറ്റിസ്, പെരിട്ടോണിയൽ മെറ്റ്സ്, ബ്ലമ്മർ ഷെൽ സൈൻ, പിന്നെ ക്രുക്കൻബർഗ് ട്യൂമർ, പാൻക്രിയാറ്റിക് ഇൻഫിൽട്രേഷൻ ഒക്കെ പേഷ്യന്റ് കാണിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ഈ പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഇൻഓപ്പറബിലിറ്റി ആണ് ഈ സൈൻസ് ഒക്കെ കാണിക്കുന്നത്, ഈ ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കുന്നത്. പിന്നെ വേറൊരു ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ചെയ്യാവുന്ന പറ്റുന്നതെന്ന് പറയുന്നത് ബേരിയം മീലാണ്. ബേരിയം മീല് ഇപ്പം അധികം ചെയ്യാറില്ല, എന്താണ് ഇപ്പം അതിന്റെ ഒന്നും ആവശ്യമില്ല ബേരിയം മീലില്. എന്താണ് നമ്മള് ബേരിയം മീല് ചെയ്യുമ്പോൾ മിനിറ്റസ് പ്ലാസ്റ്റിക്കയിലും ജിസ്റ്റിലും ലിംഫോമയിലും ഒക്കെ സ്റ്റൊമക്കിന്റെ മ്യൂക്കോസ നോർമൽ ആയിട്ട് തന്നെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ അഥവാ ചെയ്താലും എന്താണ് പേഷ്യന്റ് ഒരു ഇറഗുലാരിറ്റി കാണിക്കും, ലൂമനിലുള്ള ഇറഗുലാരിറ്റിയും പിന്നെ കാർമൻ മെനിസ്കസ് സൈൻ ആണ് ആൻഡ്രത്തിൽ ഇപ്പൊ ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ ബേരിയം മീൽ ചെയ്യുമ്പോൾ നമുക്ക് കാർമൻ മെനിസ്കസ് സൈൻ കിട്ടും. ഇപ്പം ബേരിയം മീലിന് വലിയ യൂസ് ഒന്നും ഇല്ല, നമ്മളത് സ്റ്റൊമക്കിന് വേണ്ടി ചെയ്യാറില്ല. വേറെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് പറയുമ്പോൾ അൾട്രാസൗണ്ട് ഒക്കെ നമ്മൾ സ്റ്റേജ് ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ LFT നോക്കാം. നമ്മൾ എന്താണ് സുപ്രാക്ലാവിക്കുലർ ലിംഫ് നോഡ്സിന്റെ FNAC എടുത്ത് കൺഫേം ചെയ്യാം. ഹലോ